വിജയകരമായി 15 വർഷങ്ങൾ പിന്നിട്ട മാസ്റ്റർ മൈൻഡ് എഡ്യൂക്കേഷൻ ഇനി ആക്സോണസ് ലേണിംഗ് എന്ന പേരിൽ അറിയപ്പെടും. അപ്പോൾ നിങ്ങളുടെ കെമിസ്ട്രിയിലെ ചാപ്റ്റേഴ്സ് എല്ലാം തീർന്നു കാണൂലേ? അപ്പോൾ നിങ്ങൾക്ക് എക്സാം ആവാറായി. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് അപ്പിയർ ചെയ്യുന്നതിൻ്റെ മുന്നേ എന്തറിയണം, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അതുപോലെ എത്ര മാർക്കിനൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത് എന്നൊക്കെ ഒരു ഐഡിയ വേണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അതിന് മുന്നേ നിങ്ങൾക്ക് ഓരോ മൊഡ്യൂളിൽ നിന്നും എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ടോട്ടൽ 8 മൊഡ്യൂൾസ് ആണ് ഉള്ളത് ഇല്ലേ? 8 മൊഡ്യൂൾസ് ഉണ്ട്. അപ്പം അതിൽ 8 മൊഡ്യൂൾസ് ഫസ്റ്റ് മൊഡ്യൂൾ നോക്കൂ. ഏതാ? സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി അല്ലേ? ഈ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിച്ച ചാപ്റ്റർ ഏതായിരുന്നു? ആറ്റംസ്, മോളിക്യൂൾസ് ആൻഡ് കെമിക്കൽ അരിത്തമെറ്റിക്സ് അല്ലേ? ആറ്റംസ്, മോളിക്യൂൾസ് ആൻഡ് കെമിക്കൽ അരിത്തമെറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ അഥവാ ലെസൺ ആണ് അല്ലേ നിങ്ങൾ പഠിച്ചത്? കെമിക്കൽ അരിത്തമെറ്റിക്. അതിന്ന് 4 മാർക്കിനാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഓക്കെ, അപ്പം അതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 4 ആണ്. 4 മാർക്കിന് നിങ്ങളോട് ഈ ഒരു ഒറ്റ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ ചോദിക്കും. ക്ലിയർ ആണോ? ഇനി സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഏതാണ്? അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ ബോണ്ടിങ്. ഓക്കെ, ഈ അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഏതൊക്കെയാ? അറ്റോമിക് സ്ട്രക്ചറും അതുപോലെ തന്നെ കെമിക്കൽ ബോണ്ടിങ്ങും. അങ്ങനെ 2 ലെസൺസ് അഥവാ 2 ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു അല്ലേ? കെമിക്കൽ ബോണ്ടിങ്ങും അറ്റോമിക് സ്ട്രക്ചറും. അപ്പോൾ ഇതിൽ നോക്കൂ, ടോട്ടൽ 10 മാർക്കിന് നിങ്ങളോട് എന്ത് ചെയ്യുന്നുണ്ട്? ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 ലെസൺസിൽ നിന്ന് 10 മാർക്കിന് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് തേർഡ് മൊഡ്യൂളായിട്ടുള്ള സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അല്ലേ? സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ലെസൺ ഏതായിരുന്നു? സൊല്യൂഷൻസ് അല്ലേ? സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ലെസൺ അഥവാ ചാപ്റ്റർ ആണ് നിങ്ങൾ ഈ തേർഡ് മൊഡ്യൂളായിട്ടുള്ള സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ പഠിച്ചത്. ഓക്കെ, ഈ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന് 8 മാർക്കിനാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. എക്സാമിന് 8 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മുടെ ഫോർത്ത് മൊഡ്യൂൾ ഏതാ? കെമിക്കൽ എനർജറ്റിക്സ്. ഓക്കെ, ഈ കെമിക്കൽ എനർജറ്റിക്സ് എന്ന് പറഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? ഏത് ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ പഠിച്ചത് കെമിക്കൽ തെർമോഡൈനാമിക്സ് അല്ലേ? ഏതാണ്? കെമിക്കൽ തെർമോഡൈനാമിക്സ്. കെമിക്കൽ തെർമോഡൈനാമിക്സിൽ നിന്ന് 6 മാർക്കിനാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോർത്ത് മൊഡ്യൂളായിട്ടുള്ള കെമിക്കൽ എനർജറ്റിക്സ് നിങ്ങളോട് 6 മാർക്കിനാണ് എക്സാമിന് ചോദിക്കുക. ഓക്കെ, ദെൻ നമ്മുടെ ഫിഫ്ത്ത് മൊഡ്യൂൾ ഏതാണ്? കെമിക്കൽ ഡൈനാമിക്സ്. ഓക്കെ, ഈ കെമിക്കൽ ഡൈനാമിക്സിൽ 2 ലെസൺസ് ആണ് അല്ലേ വരുന്നത്? ഏതൊക്കെയാണ്? അയോണിക് ഇക്വിലിബ്രിയം ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? ഇലക്ട്രോ കെമിസ്ട്രി അല്ലേ? ഇലക്ട്രോ കെമിസ്ട്രി. ഈ 2 ലെസൺസ് ആയിരിക്കില്ലേ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഈ മൊഡ്യൂളിൽ? അപ്പം അതിൽ മൊത്തം 12 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അല്ലേ? ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വെയിറ്റേജുള്ള ചാപ്റ്റർ നോക്കൂ. ഇവിടെ ഈ 2 ചാപ്റ്റേഴ്സിൽ നിന്ന് മൊത്തം 12 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിക്കുക. ഓക്കെ, സ്കിപ്പ് ചെയ്യരുത്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം എന്ത് ചെയ്യുക? അവിടെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. 12 മാർക്കിന് ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും വരും. അപ്പോൾ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഈ 2 ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്യണമെന്നല്ല, വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റേഴ്സും പഠിക്കണം. അതിൻ്റെ കൂടെ ഇത് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി 6ാമത്തെ മൊഡ്യൂൾ നോക്കൂ. 6ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് കെമിസ്ട്രി ഓഫ് എലമെന്റ്സ് അല്ലേ? ഈ കെമിസ്ട്രി ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിങ്ങൾക്ക് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയായിരുന്നു? ഹൈഡ്രജൻ ആൻഡ് എസ് ബ്ലോക്ക്. ഇതിൽ മൊത്തം 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഹൈഡ്രജൻ ആൻഡ് എസ് ബ്ലോക്ക്, അതുപോലെ
ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പി ബ്ലോക്ക് എലമെന്റ്സ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഏതാ? പി ബ്ലോക്ക് എലമെന്റ്സ് ആൻഡ് ദെയർ കോമ്പൗണ്ട്സ്. പറഞ്ഞൊരു ചാപ്റ്റർ വരുന്നുണ്ട്. പിന്നെ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് വരുന്നുണ്ട്. പിന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് അല്ലേ? അപ്പം അതിന് 18 മാർക്കിനാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു മൊഡ്യൂളൊന്നും എന്ത് ചെയ്യരുത്, ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇതിൽ 5 ചാപ്റ്റേഴ്സ് അഥവാ 5 ലെസൺസ് ആണ് ടോട്ടൽ വരുന്നത്. ഈ 5 ലെസൺസും നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ 18 മാർക്കിന് ഈ ഒരു ഒറ്റ മൊഡ്യൂളിൽ തന്നെ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഏതാ? 7th മൊഡ്യൂൾ നോക്കൂ. കെമിസ്ട്രി ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ കെമിസ്ട്രി. അപ്പോൾ ഇതിൽ 7 ചാപ്റ്റർ കണ്ട് ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ 23ാമത്തെ ചാപ്റ്റർ തൊട്ട് 29ാമത്തെ ചാപ്റ്റർ വരെ എന്താണ്? ഓർഗാനിക് കെമിസ്ട്രി ആണ് അല്ലേ? അപ്പം അതിൽ ഓർഗാനിക് കെമിസ്ട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നും 18 മാർക്കിന് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വെയിറ്റേജ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയുടെ മൊഡ്യൂളിലും അതുപോലെ തന്നെ കെമിസ്ട്രി ഓഫ് എലമെൻസിനുമാണ്. ഓക്കെ, അപ്പം അതിന് രണ്ടിനും എന്തുണ്ട്? 18 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും നിങ്ങളോട്. പിന്നെ വരുന്നത് നമ്മുടെ 5th മൊഡ്യൂൾ ആയിട്ടുള്ള കെമിക്കൽ ഡൈനാമിക്സ്. അതിന് 12 മാർക്ക് ചോദിക്കും. അപ്പോൾ ഈ മൊഡ്യൂൾസ് ഒന്നും എന്ത് ചെയ്യരുത്, ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ദെൻ ഇനി നമ്മുടെ 8ാമത്തെ മൊഡ്യൂളായിട്ടുള്ള കെമിസ്ട്രി ഇൻ എവ്രിഡേ ലൈഫ് അല്ലേ? അപ്പം അതിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സോപ്പ്, ഡിറ്റർജൻസ് ആൻഡ് പോളിമേഴ്സ് അല്ലേ? സോപ്പ്, ഡിറ്റർജൻസ് ആൻഡ് പോളിമേഴ്സ്. ഈ ഒരു ലെസൺ ആയിരിക്കും നിങ്ങൾ ഇതിൽ പഠിച്ചിട്ടുണ്ടാവുക. ഇതിന് 4 മാർക്കാണ്. ഈ 4 മാർക്കിന് നിങ്ങളോട് ഈ ഒരു ലെസണിന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് 80 മാർക്കിനാണ് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റേജ് ഏതൊക്കെ മൊഡ്യൂൾസ് ആണ് കൂടുതൽ വെയിറ്റേജ് ഉള്ളത് അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ നന്നായിട്ട് പഠിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ? അപ്പോൾ നമ്മുടെ 12 മാർക്ക് വരുന്ന കെമിക്കൽ ഡൈനാമിക്സ് എന്ന് പറഞ്ഞ 5ാമത്തെ മൊഡ്യൂള്, അതുപോലെ നമ്മുടെ കെമിസ്ട്രി ഓഫ് എലമെൻറ്റ്സ്, ഓർഗാനിക് കെമിസ്ട്രി, ഇതൊന്നും എന്ത് ചെയ്യരുത്, ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ദെൻ മറ്റു മൊഡ്യൂൾസിന് വെയിറ്റേജ് കുറവാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്, ഒരിക്കലും നിങ്ങൾ അതിനെ സ്കിപ്പ് ചെയ്യുകയും ചെയ്യരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് കടക്കാം അല്ലേ? എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളൊരു പാറ്റേൺ നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ടോട്ടൽ 80 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഓക്കെ, അപ്പം അതിൽ തന്നെ എന്താണ് ടോട്ടൽ ക്വസ്റ്റ്യൻസ് എത്രയാണ്? 43 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 43 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതുപോലെ 80 മാർക്കാണ് നിങ്ങളുടെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത്. ദെൻ നിങ്ങൾക്ക് അതിന് 3 മണിക്കൂർ ടൈം തരും. 3 മണിക്കൂർ കൊണ്ടാണ് നിങ്ങൾ ഈ 43 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഓൾ ക്വസ്റ്റ്യൻസ് ആർ കമ്പൽസറി. നിങ്ങൾക്ക് ഈ 43 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യൽ നിർബന്ധമാണ്. ഓക്കെ, അത് കമ്പൽസറി ആണ്. അതിൽ ഒരു ഓപ്ഷൻസോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ 43 ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായും അറ്റൻഡ് ചെയ്യണം. യൂസ് ലോഗ് ടേബിൾസ് ഇഫ് നെസസറി. അപ്പോൾ നിങ്ങൾക്ക് ലോഗ് ടേബിൾസ് അല്ലെങ്കിൽ ക്ലാർക്സ് ടേബിൾ എന്നൊക്കെ പറയൂലേ, അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിന് യൂസ് ചെയ്യാൻ പറ്റും. ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് അത് കൊണ്ടുപോവാം. അത് നിങ്ങൾക്ക് എക്സാം ഹാളിൽ അലൗഡ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 പാർട്ട് ഉണ്ടായിരിക്കും. സെക്ഷൻ എ ഉണ്ടായിരിക്കും, സെക്ഷൻ ബി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സെക്ഷൻ എയിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, MCQ. സെക്ഷൻ ബിയിൽ വരുന്നത് ഈ സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് നിങ്ങൾ 1ഓ 2ഓ സെൻറ്റൻസിലൊക്കെ ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ത് വരിക, നമ്മുടെ സെക്ഷൻ ബിയിൽ വരിക. എന്നാൽ സെക്ഷൻ എയിൽ MCQs ആയിരിക്കും, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് തരാം. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ എന്താണ് സെക്ഷൻ എയിൽ എന്തൊക്കെയുള്ളത് നോക്കാം. ഇത് നോക്കൂ, സെക്ഷൻ എ കൺസിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻ നമ്പർ 1 to 16 അല്ലേ?
ക്വസ്റ്റ്യൻ നമ്പർ 1 മുതൽ 16 വരെ ഉള്ളതിനെ നമ്മൾ സെക്ഷൻ എ എന്നാണ് പറയുന്നത്. ഓക്കെ, സെക്ഷൻ എയിൽ 1 മുതൽ 16 വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്താണ്? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, MCQs ആണ്. ക്യാരിങ് 1 മാർക്ക്, അതായത് 1 മാർക്ക് വീതമുള്ള MCQs ആണ് 1 മുതൽ 16 വരെയുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, then select and write the most appropriate option out of the 4 options given in each of these questions. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ആ 4 ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് മോസ്റ്റ് അപ്രോപ്രിയേറ്റ്, ഏറ്റവും ശരിയാണെന്ന് തോന്നിയ ഒരു ആൻസർ ആണ് നിങ്ങൾ എന്ത് ചെയ്തേണ്ടത്? ആൻസർ ആയിട്ട് എടുത്തെഴുതേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ 1 മുതൽ 16 വരെയുള്ള ക്വസ്റ്റ്യൻസ് MCQs ആണ്, 1 മാർക്കിനുള്ള MCQs. ഓക്കെ, 1 മാർക്കാണ് അതിന് നിങ്ങൾക്ക് കിട്ടുക. അപ്പം അതിൽ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ആ ഓപ്ഷൻസിൽ 1 ചൂസ് ചെയ്യുക. ഓക്കെ, then an internal choice has been provided in some of these questions. അതായത് ചില ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ചോയ്സ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഓർ, അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി, ഏതെങ്കിലും ഒരു ചോയ്സ് അറ്റൻഡ് ചെയ്താൽ മതി. ചോയ്സസ് ഉണ്ടാവും ചില ക്വസ്റ്റ്യൻ, അത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഏതാണ്? ക്വസ്റ്റ്യൻ 17 to 28. ഓക്കെ, നമ്മുടെ സെക്ഷൻ എയിൽ തന്നെ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 1 to 16 വരുന്നത് ഏതാണ്? 1 മാർക്കിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. എന്നാൽ നമ്മുടെ 17 to 28 വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് തന്നെയാണ്. അത് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ക്യാരിങ് 2 മാർക്ക് ഈച്ച്. Attempts these questions as per the instruction given for each. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിനും കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് വായിച്ചിട്ട് വേണം നിങ്ങളുടെ ഈ 2 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. ദെൻ നമ്മുടെ സെക്ഷൻ ബി നോക്കൂ. സെക്ഷൻ ബിയിൽ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളോട് ചോദിക്കുക. ഓക്കെ, അപ്പം അതിൽ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പേഴ്സ് 29 to 37. ഓക്കെ, ഇറ്റ് ഈസ് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ക്യാരിങ് 2 മാർക്ക് ഈച്ച് ആൻഡ് ടു ബി ആൻസേർഡ് ഇൻ ദ റേഞ്ച് ഓഫ് 30 to 50 വേർഡ്സ്. അതായത് നമ്മുടെ 29 മുതൽ 37 വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നിങ്ങൾ അതിനെ 30 മുതൽ 50 വേർഡ്സ് വരെ വരുന്ന രീതിയിലാണ് ആൻസർ എഴുതേണ്ടത്. അതായത് ഒരു 2 പോയിന്റ്സ്, 2 മാർക്കിനല്ലേ, അപ്പോൾ 2 പോയിന്റ്സ്. ഇപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ആ ഡെഫിനിഷനും അതിൻ്റെ കൂടെ ഒരു എക്സാമ്പിളും കൂടി ആഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഒരു 2 പോയിന്റ് വരുന്ന രീതിയിലാണ് നിങ്ങൾ ഈ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് 2 മാർക്കാണുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു 2 പോയിന്റ് മിനിമം വരുന്ന രീതിയിൽ എന്ത് ചെയ്യുക? ആൻസർ ചെയ്യുക. ഓക്കെ, ദെൻ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ 9 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, 29 മുതൽ 37 വരെയുള്ള ക്വസ്റ്റ്യൻസ് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ നിങ്ങൾ 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 2 വരിയെങ്കിലും 2 പോയിന്റ്സ് എങ്കിലും മിനിമം എന്ത് ചെയ്യുക? എഴുതണം. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 38 മുതൽ 41 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതെന്താണ്? ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിവിടെ എന്തായിരുന്നു? വെരി ഷോർട്ട് ആയിരുന്നു. പിന്നെ ഉള്ളത് എന്താണ്? ഷോർട്ട് ആൻസർ ടൈപ്പ് ആണ്, ക്യാരിങ് 3 മാർക്സ്. അപ്പോൾ അതിന് ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് 3 മാർക്കാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പം അങ്ങനത്തെ 4 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. വെരി ഷോർട്ട് ആൻസർ 9, ഷോർട്ട് ആൻസർ 4. ഓക്കെ, അപ്പം 4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പം അതിന് ഓരോന്നിനും 3 മാർക്കാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ എത്ര വേർഡ്സിൽ എഴുതണം അത്? ആൻഡ് ടു ബി ആൻസേർഡ് ഇൻ ദ റേഞ്ച് ഓഫ് 50 to 80 വേർഡ്സ്. 50 മുതൽ 80 വേർഡ്സ് വരെ. അതായത് നിങ്ങൾക്കറിയാം 3 മാർക്കിനാണ്. 3 മാർക്ക് എന്ന് പറഞ്ഞാൽ മിനിമം 3 പോയിന്റ് നിർബന്ധമാണ്. ദെൻ 3, 4, 5 പോയിന്റ്സിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. മിനിമം 3 പോയിന്റ് നിർബന്ധമായിട്ടും നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ വേണം. ഓക്കെ അല്ലേ? ദെൻ മൂന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ഏതാണ്? 42 മുതൽ 43 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നല്ല
കുറച്ച് ലെങ്തി ആയിട്ട് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ 43 മുതൽ 42ഉം 43, അതായത് 2 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. 42ഉം 43ഉം. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്താണ് കുറച്ച് ലെങ്തിയർ ആയിട്ട് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അതിന് വരുന്ന മാർക്ക് എന്ന് പറയുന്നത് 5 മാർക്കാണ്. 5 മാർക്ക് ഫോർ ഈച്ച് ആൻഡ് ടു ബി ആൻസേർഡ് ഇൻ ദ റേഞ്ച് ഓഫ് 80 to 120 വേർഡ്സ്. 80 മുതൽ 120 വേർഡ്സ് വരെ വരുന്ന രീതിയിലാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. അതായത് ഒരു 8 സെൻറ്റൻസ്. ഓക്കെ, അതായത് ഒരു ഏകദേശം ഒരു പേജിൻ്റെ അടുത്തൊക്കെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ആൻസർ ചെയ്യാൻ. മിനിമം നിങ്ങളുടെ പേപ്പറിൽ എന്ത് വേണം, 5 പോയിന്റ്സ് എങ്കിലും വേണ്ടി വരും. കാരണം ഇത് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങളൊരു 8 പോയിന്റ്സ് ഒക്കെ വരുന്ന രീതിയിൽ എന്ത് ചെയ്യുക, എക്സാമിന് ആൻസർ എഴുതാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നമ്മൾ പറഞ്ഞൂല്ലേ. അപ്പോൾ അതിൽ സെക്ഷൻ എയും ഉണ്ട്, സെക്ഷൻ ബിയും ഉണ്ട്. സെക്ഷൻ എയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ 1 മുതൽ 16 വരെ വരുന്ന ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് 1 മാർക്ക് ഉള്ളതാണ്. പിന്നെ 17 മുതൽ 28 വരെ ഓപ്ഷനുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും, പക്ഷേ അതിന് 2 മാർക്സ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് സെക്ഷൻ ബിയിൽ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. വെരി ഷോർട്ട് ആൻസറും, ഷോർട്ട് ആൻസർ ടൈപ്പും, പിന്നെ എന്താണ് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് അല്ലേ. അപ്പം അതിൽ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യന് 2 മാർക്സിനാണ് നിങ്ങളോട് ചോദിക്കുക. ദെൻ അങ്ങനത്തെ 9 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. ദെൻ ഷോർട്ട് ആൻസർ നിങ്ങളോട് 3 മാർക്കിനാണ് ചോദിക്കുക. ദെൻ ലോങ് ആൻസർ ക്വസ്റ്റ്യന് 5 മാർക്കിനുമാണ് ചോദിക്കുക. ഓക്കെ അല്ലേ. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം അല്ലേ. ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരിക, ടൈപ്പ് ഏതാന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഓരോന്നിനും എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ക്ലിയർ ആയല്ലോ. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം അല്ലേ. ഓക്കെ അല്ലേ. ഓക്കെ, ഇപ്പം ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. എന്താണ്, the linear molecule which has net dipole moment 0 is. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ സെക്ഷൻ എയിൽ 1 മുതൽ 16 വരെ MCQs ആണ് അല്ലേ. അപ്പോൾ MCQസിന് ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. ഏറ്റവും കൂടുതൽ കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിയ ആൻസർ മാത്രം എഴുതി വെക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, എന്താ ക്വസ്റ്റ്യൻ. The linear molecule which has a net dipole moment 0. ഡൈപോൾ മൊമെന്റ് 0, നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 ആയിട്ടുള്ള ഒരു ലീനിയർ മോളിക്യൂള് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്താണ് ഡൈപോൾ മൊമെന്റ് എന്ന് അറിയണ്ടേ. ഡൈപോൾ മൊമെന്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ 2 ആറ്റംസിൻ്റെ ഇടയിൽ, ഇത് ഒരാറ്റം ഇലക്ട്രോ നെഗറ്റീവും 2 ആറ്റംസിനിടയിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ട് എങ്കിൽ, ഓക്കെ, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇലക്ട്രോൺ പെയേഴ്സിനെ, ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ആൾക്കാർ എന്ത് ചെയ്യും, അവരുടെ അടുത്തേക്ക് ഇങ്ങനെ വലിക്കൂലേ, ഇലക്ട്രോൺസിനെ വലിക്കും. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ CO ബോണ്ടിൽ ഇവിടെ ഓക്സിജൻ എന്ത് ചെയ്യും, ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്, കാർബണിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണ്. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ആൾ എന്ത് ചെയ്യും, ഇലക്ട്രോൺസിനെ പിടിച്ച് വലിക്കൂലേ. അപ്പോൾ ഈ ബോണ്ടിലെ ഇലക്ട്രോൺസിനെ പിടിച്ച് വലിക്കണ കാരണം ഈ ഓക്സിജന് ഒരു നെഗറ്റീവ് ചാർജും നമ്മുടെ കാർബണിന് ഒരു പോസിറ്റീവ് ചാർജും ഡെവലപ്പ് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഡൈപോൾ മൊമെന്റ്, അതായത് ഇലക്ട്രോൺസിനെ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, ഇലക്ട്രോൺസിന് മൂവ് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ് അല്ലേ. അപ്പോൾ ഈ ഡൈപോൾ മൊമെന്റ് നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഇലക്ട്രോൺ ഡെൻസിറ്റിയുടെ മൂവ്മെന്റ് എങ്ങോട്ടാണ്, ഇങ്ങനെയാണ് ഈ ഒരു ആരോ മാർക്ക് വരച്ചിട്ട് ഇങ്ങനെ ഒരു ചിഹ്നിട്ടിട്ടാണ് നമ്മളിതിനെ റെപ്രസെന്റ് ചെയ്യുക. ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓക്സിജനിലോട്ടാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇപ്പോൾ HCl എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ഉണ്ട് ക്ലോറിനും ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്ലോറിൻ എന്ന് പറയുന്നത് ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആണ് അല്ലേ. അപ്പോൾ HCl ക്ലോറിനാണ് ഹൈലി ഇലക്ട്രോ നെഗറ്റീവ്. അപ്പോൾ ക്ലോറിന് നേരെയാണ് നമ്മുടെ ഡൈപോൾ മൊമെന്റ്, ഇലക്ട്രോൺസ് ക്ലോറിന് നേരെയാണ് മൂവ് ചെയ്യുന്നത് അല്ലേ. ദെൻ നെക്സ്റ്റ് നമ്മൾ ഓപ്ഷനിൽ ആരാണ്, CO2 അല്ലേ. CO2 എന്ന് പറഞ്ഞാൽ CO2ൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്, ലീനിയർ ആണ്.
HCl ഷേപ്പ് ഏതാ? HCl ലീനിയർ ആണ് അല്ലേ? HCl ആകെ 2 ആൾക്കാരേ ഉള്ളൂ, ഹൈഡ്രജനും ക്ലോറിനും. HCl ഷേപ്പും ലീനിയർ ആണ്. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഷേപ്പ് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡും ലീനിയർ മോളിക്യൂൾ ആണ്. ഇപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിൽ നോക്കൂ, ഇവിടെ ഒരു ഓക്സിജനും ഉണ്ട്, ഇവിടെ ഒരു ഓക്സിജനും ഉണ്ട്, 2 സൈഡിലും ഓക്സിജൻ ഉണ്ട് അല്ലേ? അപ്പം ഇങ്ങോട്ട് ഈ കാർബൺ ഇലക്ട്രോൺസിന് ഇങ്ങോട്ടൊരു പുള്ളും ഉണ്ടാവും, അതുപോലെ തന്നെ ഈ ഓക്സിജനിലോട്ടൊരു പുള്ളും ഉണ്ടാവും അല്ലേ? ഈ ഓക്സിജനിലോട്ടും ഉണ്ടാവും ഒരു പുള്ള്. അപ്പോൾ എഫക്റ്റീവ്ലി പറയുകയാണെങ്കിൽ നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഈ കാർബണിൽ ഇപ്പോൾ 2 സൈഡിലോട്ടും ഈക്വലായിട്ട് ഒരാളെങ്ങനെ വലിച്ചു നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തുണ്ടാവില്ല? എഫക്റ്റീവ്ലി ഒന്നും ഫീൽ ചെയ്യില്ല അല്ലേ? ഒരാളെങ്ങനെ ഇവിടുന്ന് 2 സൈഡിൽ നിന്നും കയറിട്ട് ഇങ്ങനെ വലിക്കുകയാണ്. അപ്പോൾ 2 സൈഡിൽ നിന്നും ഈക്വൽ ഫോഴ്സിലാണ് വലിക്കണമെങ്കിൽ അയാൾക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? അതുപോലെ ഇവിടെ ഇലക്ട്രോൺസിനെ നമ്മുടെ ഈ ഓക്സിജനും പുൾ ചെയ്യുന്നുണ്ട്, ഈ ഓക്സിജനും പുൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എഫക്റ്റീവ്ലി നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ 0 ആയിരിക്കും അല്ലേ? 0 ആയിരിക്കും. ഇവിടേക്ക് പുൾ ചെയ്യുന്ന അത്ര ഇങ്ങോട്ടും പുൾ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് 0 ആണ് അല്ലേ? ഇതാണല്ലേ നമ്മളെ ആൻസർ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ലീനിയർ മോളിക്യൂൾ വിച്ച് ഹാസ് എ നെറ്റ് ഡൈപോൾ മൊമെന്റ് 0. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പം ഇനി നമ്മുടെ വാട്ടറിൻ്റെയും N2ൻ്റെയും കേസ് കൂടെ നമുക്ക് നോക്കാം. വാട്ടർ എന്ന് പറയുന്നത് എന്തല്ല? ഒരു ലീനിയർ മോളിക്യൂൾ അല്ല. വാട്ടറിൻ്റെ ഷേപ്പ് എന്താണ്? ബെൻഡ് ഷേപ്പാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി വാട്ടർ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ അല്ല. ഇനി വാട്ടറിൽ ഡൈപോൾ മൊമെൻറ്റ് എങ്ങനെയാണ് വരുന്നത്? ഡൈപോൾ മൊമെൻറ്റ് ഓക്സിജനിലോട്ടാണ് വരുന്നത്. നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ക്യാൻസൽ ചെയ്യുമില്ല, 2 ഓക്സിജനിലോട്ട് വരുമ്പോൾ ഡൈപോൾ മൊമെൻറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ N2O. അപ്പോൾ വാട്ടർ നമ്മുടെ ആൻസർ അല്ല. ദെൻ N2O. N2O പറഞ്ഞാൽ N ട്രിപ്പിൾ ബോണ്ട് NO. ഇതാണ് ലീനിയർ സ്ട്രക്ചറൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഓക്സിജൻ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് ഇലക്ട്രോൺ ഡെൻസിറ്റി എങ്ങോട്ട് പോകും? ഓക്സിജനിലോട്ട് പോകും. അപ്പോൾ അവിടെ ഡൈപോൾ മൊമെൻറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് 0 ആയിട്ടുള്ള ലീനിയർ മോളിക്യൂൾ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following colligative properties can be used to determine molar mass of protein with maximum precision? അതായത് നിങ്ങൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ടല്ലേ? കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്തായിരുന്നു? പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അപ്പോൾ ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ് നിങ്ങൾ പഠിച്ചത്? 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത് അല്ലേ? ഏതൊക്കെയാണ്? ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, റിലേറ്റീവ് വേപ്പർ പ്രഷർ ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ അല്ലേ? അപ്പോൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ്, റിലേറ്റീവ് അല്ല, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഓക്കെ, അപ്പം അങ്ങനെ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഇതിൽ ഏത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് നമ്മുടെ പ്രോട്ടീൻസിൻ്റെ മോളിക്യുലാർ മാസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓസ്മോട്ടിക് പ്രഷറാണ് ഇതിനുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓസ്മോട്ടിക് പ്രഷർ വെച്ചിട്ടാണ് നമ്മൾ പ്രോട്ടീൻ്റെ മോളിക്യുലാർ മാസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പ്രോട്ടീനെ ഒരു സോൾവെൻറ്റിൽ പ്രോട്ടീനെ ഡിസോൾവ് ചെയ്താൽ എന്ത് ചെയ്യും? ഈ സോൾവെൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് പ്രോട്ടീനെ നമ്മൾ ഡിസോൾവ് ചെയ്താൽ പ്രോട്ടീൻ്റെ കോൺസെൻട്രേഷനും ഓസ്മോട്ടിക് പ്രഷറും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അതായത് നമ്മൾ ഇടുന്ന പ്രോട്ടീൻ്റെ കോൺസെൻട്രേഷൻ കൂടും തോറും അവിടെ എന്ത് കൂടും? ഓസ്മോട്ടിക് പ്രഷർ കൂടും. അപ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ ഉണ്ട്. പൈ ഈക്വൽ ടു NRT/V എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക?
ഓസ്മോട്ടിക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓസ്മോട്ടിക് പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തുണ്ടാവും? ഓസ്മോട്ടിക് പ്രഷറും നമ്മുടെ കോൺസെൻട്രേഷനും എന്താണ്? ആനുപാതികമാണ് അല്ലേ? അപ്പോൾ അവിടെ തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? പ്രോട്ടീനിൻ്റെ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇത്ര ഓർത്തിരിക്കുക, പ്രോട്ടീൻസിൻ്റെ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നമ്മുടെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷറാണ്. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഓസ്മോട്ടിക് പ്രഷർ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. തേർഡ് ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി? ഓക്കെ, അപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ തെർമോഡൈനാമിക്സിൽ, കെമിക്കൽ തെർമോഡൈനാമിക്സിൽ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസും ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസും ഉണ്ട് അല്ലേ? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ക്വാണ്ടിറ്റി ഓർ സൈസ് ഓഫ് ദി പാർട്ടിക്കിൾ അല്ലേ? വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ക്വാണ്ടിറ്റീസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഓർ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ അല്ലേ? സൈസിനെയോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയെയോ ഡിപ്പെൻഡ് ചെയ്യുന്ന പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി സൈസിനെ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി പറഞ്ഞാൽ എന്തായിരുന്നു? ഇൻറ്റൻസീവ് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾസ് അല്ലേ? അപ്പോൾ സൈസിനെയോ ക്വാണ്ടിറ്റിയോ ഡിപ്പെൻഡ് ചെയ്യാത്ത പാർട്ടിക്കിൾസിനെ നമ്മൾ സൈസിനെയോ ക്വാണ്ടിറ്റിയെയോ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസിനെ നമ്മൾ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയും. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾസ് നോക്കൂ. ടെമ്പറേച്ചർ, ഡെൻസിറ്റി, പ്രഷർ, വോളിയം, ഇതാണല്ലേ നിങ്ങളുടെ ഓപ്ഷൻസ്. അപ്പോൾ ഇതിൽ ഏതാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി? ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നതിൽ വോളിയം എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. അതായത് നമ്മുടെ വോളിയം എന്ന് പറയുന്നത് നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്താൽ എന്താണ് ഇതിൻ്റെ വോളിയം ഇപ്പോൾ 1 ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ ദെൻ നമ്മൾ കുറച്ചുകൂടി ക്വാണ്ടിറ്റി വെള്ളം ആഡ് ചെയ്താൽ എന്ത് ചെയ്യും? വെള്ളത്തിൻ്റെ വോളിയം ചേഞ്ച് ആയി, വെള്ളം 2 ലിറ്റർ ആയില്ലേ? അതായത് ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ് ആര്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. മാസ് അല്ലേ? നമ്മൾ കുറച്ച് സബ്സ്റ്റൻസ് എടുത്തു, ദെൻ ഇപ്പോൾ അതിൻ്റെ 1 kg ആണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ കൂടുതൽ സബ്സ്റ്റൻസ് ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാസ് എന്ത് ചെയ്തു? കൂടി. അപ്പോൾ ക്വാണ്ടിറ്റിയെ എന്ത് ചെയ്യുന്നുണ്ട്? മാസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാസ്, വോളിയം ഒക്കെ എന്താണ്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, ടെമ്പറേച്ചർ. ഇപ്പോൾ നമ്മളൊരു സബ്സ്റ്റൻസ് എടുത്തു, ഓക്കെ, ആ സബ്സ്റ്റൻസ് എടുത്തു. അപ്പം അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 200 കെൽവിനാണ് വിചാരിക്കുക. അപ്പോൾ 200 കെൽവിനാണ്. ഇനി നമ്മൾ ഇതിലേക്ക് വീണ്ടും കുറച്ച് സബ്സ്റ്റൻസ് ആഡ് ചെയ്യാണ്. ടെമ്പറേച്ചറിന് എന്തെങ്കിലും മാറ്റം വരുമോ? ഇല്ല. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മൾ സബ്സ്റ്റൻസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനത്തെ പ്രോപ്പർട്ടിയാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. പിന്നെ അതുപോലെ പ്രഷറും ഒരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഡെൻസിറ്റി ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ഏതാ, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ഏതാന്ന് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയിൽ വരുന്നത് നമ്മുടെ മാസ്, വോളിയം അല്ലേ? മാസ്, വോളിയം, എനർജി ഒക്കെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയിൽ വരുന്നതാണ്. ടെമ്പറേച്ചർ, പ്രഷർ, അതുപോലെ ഡെൻസിറ്റി ഒക്കെ എന്താണ്? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയിൽ വരുന്നതാണ്. ക്ലിയർ ആണോ? ഇനി ഇതിൽ നിങ്ങൾക്ക് ഒരു ചോയ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനിൽ തന്നെ എ ബി എന്ന് പറഞ്ഞിട്ട് 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒന്നെങ്കിൽ എ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബി എഴുതാം. ഓക്കെ, രണ്ടും കൂടി എഴുതേണ്ട ആവശ്യമില്ല. ഒറ്റ മാർക്കിനെ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ബി എന്താണ്? ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഈസ് അപ്ലിക്കബിൾ ഓൺലി ഫോർ ദി. അപ്പോൾ ഓപ്ഷൻ എ ഗേഷ്യസ് മോളിക്യൂൾ, ഓപ്ഷൻ ബി മോളിക്യൂൾസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്, ഓപ്ഷൻ സി മോളിക്യൂൾസ് ഇൻ സോളിഡ് സ്റ്റേറ്റ്, ദെൻ
ഓപ്ഷൻ ഡി ഗേഷ്യസ് ആറ്റംസ്. അതായത് നമ്മുടെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. എന്താണ് ഈ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്? ഒരു ബോണ്ട് അല്ലേ, രണ്ട് ആറ്റംസിനിടയിൽ, ഇപ്പോൾ രണ്ട് ആറ്റംസ് ഉണ്ട്, അവർക്കിടയിൽ ഒരു ബോണ്ട് ഉണ്ട്, കൊവാലന്റ് ബോണ്ട് ഉണ്ട്. ഈ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ അല്ലേ, ഈ ബോണ്ടിനെ പൊട്ടിച്ചിട്ട് പകരം എ ആറ്റം രണ്ട് എ ആറ്റംസ് ആക്കി മാറ്റാനുള്ള എനർജി, എത്രത്തോളം എനർജി കൊടുത്താലാണോ ഈ എ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് രണ്ട് എ ആറ്റംസ് ആയിട്ട് മാറുക, ആ ഒരു എനർജിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബോണ്ട് ഡിസോസിയേഷൻ എനർജി. ഒരു ബോണ്ട് പൊട്ടിക്കാൻ ആവശ്യമായിട്ടുള്ള എനർജി. ക്ലിയർ ആണോ? അപ്പോൾ നമ്മളെ കയ്യിൽ എ എന്ന് പറയുന്ന ഒരു സിംഗിൾ ബോണ്ട് A2 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഉണ്ട്. ഓക്കെ, അത് സോളിഡ് സ്റ്റേറ്റിൽ എങ്ങനെയായിരിക്കും നിൽക്കുക? ഇങ്ങനെ ഇവർ തമ്മിൽ ഇങ്ങനെ അടുത്തടുത്തായിട്ടായിരിക്കും ഇരിക്കുക. സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ അടുത്തടുത്ത് ഇങ്ങനെ ക്ലോസ്ലി പാക്ക് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക അല്ലേ. എന്നാൽ ലിക്വിഡ് സ്റ്റേറ്റ് പറഞ്ഞാൽ എന്ത് ചെയ്യും? കുറച്ച് അല്ലേ, കുറച്ച് വിട്ടായിട്ട് ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. എന്നാലും ഇവർ തമ്മിൽ എന്തുണ്ടാവും? അടുത്തടുത്ത് ഇരിക്കുമ്പോൾ ഇൻട്രാക്ഷൻസ് ഉണ്ടായിരിക്കും അല്ലേ. ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ്, അതുപോലെ തന്നെ വാണ്ടർവാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒക്കെ എന്തുണ്ടായിരിക്കും? ഈ ആറ്റംസിനിടയിൽ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ലിക്വിഡ് സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ അട്രാക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ ഗേഷ്യസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു മോളിക്യൂൾ ഇവിടെയാണെങ്കിൽ അടുത്ത മോളിക്യൂൾ ഇവിടെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇവർ തമ്മിൽ യാതൊരുവിധ ബന്ധവും ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ അവിടെ എന്തുണ്ടായിരിക്കില്ല? ഇന്റർ മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പോലെ, അതായത് ഇവർ രണ്ടും തമ്മിൽ എന്തുണ്ടാവില്ല? ഒരു അട്രാക്ഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരിക്കില്ല. ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ്ങോ വാണ്ടർവാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സോളിഡ് സ്റ്റേറ്റിലും ലിക്വിഡ് സ്റ്റേറ്റിലൊക്കെ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഈ രണ്ട് ആറ്റംസിനിടയിലുള്ള ബോണ്ടാണ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ, ഈ ആറ്റത്തിന് ഈ തൊട്ടടുത്ത വേറെ ആറ്റമായിട്ട് ബന്ധം ഉണ്ടാവും, ഈ ആറ്റത്തിന് ഈ ആറ്റമായിട്ട് ബന്ധം ഉണ്ടാവും. അതായത് ഇവിടെയൊക്കെ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായിരിക്കും, ഹൈഡ്രജൻ ബോണ്ടിങ്ങോ അല്ലെങ്കിൽ വാണ്ടർവാൾ ഫോഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് ഈ ബോണ്ട് മാത്രം ബ്രേക്ക് ചെയ്താൽ പോരാ അല്ലേ, അതിനെ ഫ്രീ ആക്കണം എന്നുണ്ടെങ്കിൽ ഈ ബോണ്ടും ഇതൊക്കെ ബ്രേക്ക് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പം അതിനുള്ള എനർജി എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ബോണ്ട് ഡിസോസിയേഷൻ എനർജിയെക്കാട്ടിലും കൂടുതലായിരിക്കും. അപ്പം നമുക്ക് കറക്റ്റ് ഈ ഒരു രണ്ട് ആറ്റംസ് തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ കറക്റ്റ് എത്ര എനർജി വേണമെന്നുള്ളത് നമുക്ക് കിട്ടൂല. കാരണം ഇവിടെ എന്തുണ്ട്? അതർ ഫോഴ്സസ് ഉണ്ട് അല്ലേ, അതർ ഇൻട്രാക്ഷൻസ് ഉണ്ട്. ഈ മോളിക്യൂൾസിനൊക്കെ വേറെ തൊട്ടടുത്ത മോളിക്യൂളും ആറ്റംസൊക്കെ ആയിട്ട് എന്തുണ്ട്? ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഇന്റർ മോളിക്യുലാർ വാണ്ടർവാൾ ഫോഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് എന്ത് കിട്ടില്ല? കറക്റ്റ് ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള എനർജി എത്രയാണെന്ന് സോളിഡ് സ്റ്റേറ്റിലും ലിക്വിഡ് സ്റ്റേറ്റിലും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഗേഷ്യസ് സ്റ്റേറ്റിലാവുമ്പോൾ എന്താണ്? ഒരു മോളിക്യൂൾ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മോളിക്യൂളിന് എന്ത് മാത്രമേ ഉള്ളൂ? ഈ ഒരു മോളിക്യൂളിന് എന്താണ്? വേറൊരു മോളിക്യൂളായിട്ട് എന്തില്ല? ബന്ധമല്ല. ഈ മോളിക്യൂളിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ആ ഒരു മോളിക്യൂളിൽ രണ്ട് ആറ്റംസിനെ സെപ്പറേറ്റ് ചെയ്യാൻ എത്ര എനർജി വേണം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ നല്ല എന്താ പറയാൻ പറ്റും? നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഗേഷ്യസ് മോളിക്യൂൾസ് ആണ്. ദെൻ അപ്പോൾ നമ്മളെ ആൻസറിൽ മോളിക്യൂൾസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് ആണോ? അല്ല അല്ലേ. അപ്പോൾ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഈസ് അപ്ലിക്കബിൾ ഓൺലി ഫോർ ദ ഗേഷ്യസ് മോളിക്യൂൾസ് അല്ലേ. ഗേഷ്യസ് മോളിക്യൂൾസിന് കറക്റ്റാണ്. ദെൻ മോളിക്യൂൾസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് അത് തെറ്റല്ലേ. കാരണം ലിക്വിഡ് സ്റ്റേറ്റിൽ അതർ ഇൻട്രാക്ഷൻസ് ഉണ്ടാവും, ലൈക്ക് ഹൈഡ്രജൻ ബോണ്ടിങ് ആൻഡ് വാണ്ടർവാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള മാത്രം എനർജി കിട്ടൂല, മനസ്സിലാവൂല. കാരണം അവിടെ വേറെ ഇൻട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് സോളിഡ് സ്റ്റേറ്റിലും വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ആൻസർ അല്ല. ദെൻ ഗേഷ്യസ് ആറ്റംസ് അല്ലല്ലോ. കാരണം നമ്മളൊരു മോളിക്യൂളിനെ എന്താക്കി മാറ്റുകയാണ്? ആറ്റംസ് ആക്കി മാറ്റാനുള്ള എനർജിയാണ്. ഒരു മോളിക്യൂളിനെ ആറ്റംസ് ആക്കി മാറ്റാനുള്ള എനർജിയാണ് നമ്മുടെ ബോണ്ട് ഡിസോസിയേഷൻ എനർജി. അപ്പോൾ ആറ്റത്തിന് എന്തില്ല? ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഇല്ലല്ലോ. മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ രണ്ട് ആറ്റംസ് അല്ലേ, രണ്ടോ അതിലധികമോ ആറ്റംസ് കൂടിച്ചേർന്ന്. അപ്പോൾ രണ്ട് ആറ്റംസ് തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് രണ്ട് ഡിഫറെൻറ്റ്
സെപ്പറേറ്റ് ആറ്റംസ് ആക്കി മാറ്റാനുള്ള എനർജിയാണ് ബോണ്ട് ഡിസോസിയേഷൻ എനർജി. അപ്പോൾ അത് ആർക്കാണ് അപ്ലിക്കബിൾ? മോളിക്യൂൾസിനാണ്, ആറ്റംസിനല്ല അല്ലേ. അപ്പം മോളിക്യൂൾസിനെ ആറ്റംസ് ആക്കി മാറ്റുകയാണ്. അപ്പോൾ ഈ ഗേഷ്യസ് ആറ്റംസും അല്ല നമ്മുടെ ആൻസർ. അപ്പോൾ നമ്മുടെ ആൻസർ എന്നത് ഗേഷ്യസ് മോളിക്യൂൾസ് ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ബാക്കി ഇപ്പോൾ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ആണല്ലേ ഡിസ്കസ് ചെയ്തത്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.